ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പോ നമുക്ക് പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടണം അല്ലെ? പരീക്ഷ ഹാളിൽ എത്തിയാലും ഒരു ടെൻഷനും പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മാരത്തോൺ ലൈവുകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. കണ്ടന്റ് വീഡിയോസ്, മോർണിംഗ് ബൂസ്റ്റേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കൾ, എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് കാണാൻ അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇന്നും ടീച്ചർ വന്നിരിക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ, നിവേദനം തയ്യാറാക്കുക. ഒരുപാട് കുട്ടികൾ ടീച്ചറോട് ചോദിച്ച ചോദ്യമാണ്, ടീച്ചറെ ഒന്ന് നിവേദനം തയ്യാറാക്കുന്നത് പറഞ്ഞുതരോ എന്ന്. നിവേദനം എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു കൂട്ടം ആളുകളുടെ ആവശ്യങ്ങള് എഴുതി തയ്യാറാക്കി ഒരു മേലധികാരിക്ക് സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ നിവേദനം എന്ന് പറയാം. എന്ന് വെച്ചാല് നിങ്ങളുടെ സ്കൂളില് എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ കളി ഉപകരണങ്ങള്, അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട്, ഒരു കളിക്കാൻ ഒരു സ്ഥലം വേണം എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങൾ ആർക്ക് സമർപ്പിക്കുക? ആദ്യം നിങ്ങളെ സ്കൂൾ HM-നാണ് സമർപ്പിക്കേണ്ടത് അല്ലേ? ഇനിയിപ്പോ സ്കൂൾ HM പറയാണ് ഇത് ഞാൻ എന്റെ പരിധിയിലുള്ളതല്ല, ഇതിന് മുകളിലുള്ള ആളുകൾക്കാണ് സമർപ്പിക്കേണ്ടത്, അല്ലെ കലക്ടർക്ക് സമർപ്പിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ആർക്കാണെന്ന് വെച്ചാല് അപ്പൊ ഒരു കൂട്ടം ആളുകളുടെ ആവശ്യങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കി സമർപ്പിക്കുന്നതിനെയാണ് നിവേദനം എന്ന് പറയാട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒരു നിവേദനം ഉണ്ട്. ആദ്യം എന്താണ് വിഷയം? പുഴയെ മാലിന്യ മുക്തമാക്കുന്നത് സംബന്ധിച്ച്. ഒരു പുഴ ഭയങ്കര മാലിന്യമാണ് ഇപ്പം പുഴയില്, നമുക്കറിയാം അല്ലെ, നാട്ടിലെ ചില പുഴകളിലൊക്കെ. അപ്പോ അതിന്റെ മാലിന്യം മുക്തമാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ വിഷയം എന്ന് പറയുന്നത്. ആവശ്യം അതാണ്. അപ്പോ ആർക്കാ സമർപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് പുളിയഞ്ചേരി LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. ടീച്ചർ പുളിയഞ്ചേരി എന്ന് കൊടുത്ത ടീച്ചറെ നാട്ടിലടുത്ത് ഒരു നെല്ലിയാടി പുഴയുണ്ട്. അപ്പൊ പുളിയഞ്ചേരി സ്കൂളിന് അടുത്തുള്ളതാണ്, അതുകൊണ്ട് ടീച്ചർ അങ്ങനെ കൊടുത്തു കേട്ടോ. പുളിയഞ്ചേരി LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. പുഴയെ മാലിന്യമാക്കുന്നത് ആദ്യം ആർക്കാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്ക്. ആര് സമർപ്പിക്കുന്നു? പുളിയഞ്ചേരി LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് വിഷയമാണ്. ആർക്ക് സമർപ്പിക്കുന്നു എന്നെഴുതി, ആര് സമർപ്പിക്കുന്നു എന്നെഴുതി അല്ലെ? ആർക്കാണ് സമർപ്പിക്കുന്നത് നിവേദനം എന്ന് ആദ്യം എഴുതി. പിന്നെ എഴുതിയത് ആരാണ് സമർപ്പിക്കുന്നത് എന്നാണ്. പിന്നെ പുഴയെ മാലിന്യം മുക്തമാക്കുന്നത് സംബന്ധിച്ചാണ് പിന്നെ എഴുതിയത് അല്ലെ? അതിന്റെ വിഷയമാണ് നമ്മൾ എഴുതിയത്. പിന്നെ ഒന്നുമില്ല സർ എന്ന് വിളിച്ചു തുടങ്ങി. ഞങ്ങളുടെ സ്കൂളിന് സമീപത്തു കൂടെ പുഴ ഒഴുകുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ അതിൽ ശുദ്ധജലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴതിൽ അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കുന്നതിനാൽ പുഴയുടെ ഒഴുക്ക് തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദുർഗന്ധവും വമിക്കുന്നു അല്ലെ? ദുർഗന്ധവും വമിക്കുന്നു. ഇതിലെ വെള്ളം കുടിക്കുവാനോ കുളിക്കുവാനോ സാധിക്കുന്നില്ല. എന്തിന്? കൃഷിക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഉപയോഗിച്ചവരാകട്ടെ പലതരത്തിലുള്ള രോഗങ്ങളുടെ പിടിയിലാവുകയും ചെയ്യുന്നു. കന്നുകാലികൾക്കും വളർത്തു മൃഗങ്ങൾക്കും രോഗങ്ങൾ പടരുകയാണ് അല്ലെ? അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയാണ്, ആയതിനാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പുഴ ശുചീകരിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കുകയും ബോധവൽക്കരണ പരിപാടി നടത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ടീച്ചർ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഇവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയാണ്, ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പുഴ ശുചീകരിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കുകയും അതിനെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു എന്ന് ആരാണ്? പുളിയഞ്ചേരി LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സമർപ്പിക്കുന്നത്. അവരുടെ പേര് അല്ലെ? ഒരാളല്ല, കുറച്ചു പേരുണ്ട്. അപ്പോ പേര് ഇവിടെ 1-2 ആളുടെ പേര് എഴുതുക, ഒപ്പെഴുതുക അല്ലെ? പിന്നെ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? സ്ഥലം പുളിയഞ്ചേരിയാണ്, വേണമെങ്കിൽ കോഴിക്കോട് എന്നും എഴുതാം അല്ലെ? എന്നിട്ട് ഒരു ഡേറ്റും കൊടുക്കുക, നമ്മളെ ഇഷ്ടമുള്ള ഒരു ഡേറ്റും കൊടുക്കുക. അപ്പോൾ ഇതാണ് നിവേദനം. നിങ്ങൾ നിവേദനം എഴുതുന്ന പഠിച്ചല്ലോ. ഏത് വിഷയത്തെ കുറിച്ച് വന്നാലും ഇങ്ങനെ നിവേദനം എഴുതുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയെ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.